ഇത് 1961 കഥയാണ്. ഉത്തർപ്രദേശിലെ ഹാപൂർ എന്ന നഗരത്തിൽ നടന്നത്. ഹാപൂരിൽ ഒരു ദൈവിക സേവന കേന്ദ്രം ഉണ്ടായിരുന്നു. ബാബയുടെ കുട്ടികളിൽ നിന്നുള്ള നിരവധി ക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം തുറന്നത്. മറ്റ് കേന്ദ്രങ്ങളെപ്പോലെ ഈ കേന്ദ്രവും വിവിധ പ്രായത്തിലുള്ള കുട്ടികളുടെ പ്രവർത്തനങ്ങൾ മുഖേനയാണ് നടന്നിരുന്നത്. ശിവശക്തികളുടെ പിതാക്കന്മാരും ഭർത്താക്കന്മാരും ശുദ്ധമായ ജീവിതം നയിക്കാനുള്ള അവരുടെ തീരുമാനത്തിന് ഇപ്പോഴും എതിരായിരുന്നു. ആ ദിവസങ്ങളിൽ ഹാപൂരിൽ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടന്നിരുന്നു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് ഏറ്റവും കൂടുതൽ വോട്ടുകൾ എങ്ങനെ നേടാമെന്ന ചർച്ച നടക്കുകയായിരുന്നു. നഗരവാസികളിൽ പലരും ഈ രാഷ്ട്രീയ നേതാക്കളുടെ അടുത്തു ചെന്ന് പ്രജാപിത ബ്രഹ്മകുമാരി സെന്റർ നഗരത്തിന് പുറത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് എല്ലാ പിന്തുണയും നൽകാമെന്ന് പറഞ്ഞു. അവർ മാത്രമല്ല, എല്ലാ മതനേതാക്കളും പുരോഹിതന്മാരും വളരെ സന്തോഷത്തോടെയാണ് ഈ അഭ്യർത്ഥന നടത്തിയത്. അതിനു കാരണം ഹാപൂരിൽ ഈ കേന്ദ്രം സ്ഥാപിച്ചതിനു ശേഷം നിരവധി ഭക്തർ ക്ഷേത്രങ്ങളിൽ പോകുന്നത് നിർത്തിയിരുന്നു. ബ്രഹ്മകുമാരിമാരിൽ നിന്ന് അറിവ് കേട്ട ഭക്തരിൽ പലരും പുരോഹിതന്റെ അടുക്കൽ ചെന്ന് അവർ ദൈവത്തിനെ സർവവ്യാപി എന്ന് വിളിക്കുന്നതിനെ പറ്റിയും പേരിനും രൂപത്തിനും അതീതമായി ദൈവത്തെ വിശേഷിക്കുന്നതിനെ പറ്റിയും ചോദ്യം ചെയ്യാറുണ്ടായിരുന്നു. ഇത് ഈ രാഷ്ട്രീയ നേതാക്കളിൽ പലരിലും എതിർപ്പിൻ്റെ രോഷം സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ പല രാഷ്ട്രീയ പാർട്ടികളും മതനേതാക്കളും ഹാപൂരിൽ നിന്ന് ഈ ദൈവിക സേവന കേന്ദ്രം നശിപ്പിക്കാൻ സമ്മതിച്ചു. ഈ എതിർപ്പിൻ്റെ അലയൊലികൾ നിവേദനങ്ങളിൽ ഒപ്പിട്ടുകൊണ്ട് അവർ തുടങ്ങി. പിന്നീട് വലിയ മൈക്രോഫോണുകളും പോസ്റ്ററുകളും കൊണ്ട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് നഗരങ്ങളിൽ ചുറ്റി നടക്കാൻ തുടങ്ങി. കേന്ദ്രങ്ങളുടെ കവാടങ്ങൾ ഇപ്പോൾ രാഷ്ട്രീയ യുവാക്കളുടെ സംരക്ഷണയിലായി മാറി. കേന്ദ്രത്തിലേക്കുള്ള വൈദ്യുതിയും വെള്ളവും അവർ വിച്ഛേദിക്കാൻ തുടങ്ങി. ശുചീകരണ തൊഴിലാളികളും അറ്റകുറ്റപ്പണിക്കാരും അവിടേക്ക് പോകാൻ കഴിയാതെ നിർത്താൻ നിർബന്ധിതരായി. ഈ ബ്രഹ്മകുമാരിമാർക്ക് എത്രയും വേഗം സ്ഥലം കാലിയാക്കാൻ നോട്ടീസ് നൽകണമെന്ന് ഈ കേന്ദ്രത്തിൻ്റെ ഭൂവുടമയ്ക്ക് പല രാഷ്ട്രീയ നേതാക്കളും നിർദ്ദേശം നൽകി. അവസാനം ഇങ്ങനെയൊരു സമയമെത്തി. പ്രതിപക്ഷ പാർട്ടികൾ സേവന കേന്ദ്രങ്ങളുടെ ഗേറ്റുകൾ പൂട്ടാൻ തുടങ്ങി. എല്ലാ ദിവസവും കേന്ദ്രത്തിലേക്ക് പോയിരുന്ന എല്ലാ ബാബയുടെ കുഞ്ഞുങ്ങളെയും ഗേറ്റിൽ തടഞ്ഞു. ആരെയും അകത്തേക്ക് കടക്കാൻ അവർ അനുവദിച്ചില്ല. ഈ എതിർപ്പ് ദിവസങ്ങളോളം തുടർന്നു. കാലക്രമേണ മറ്റു പല സംസ്ഥാനങ്ങളും നേതാക്കളും ഈ വിപ്ലവത്തെ പിന്തുണയ്ക്കാൻ തുടങ്ങി. ഈ സംസാരം കിംവദന്തികളിലൂടെയും പത്രങ്ങളിലൂടെയും രാജ്യത്ത് ഉടനീളം വ്യാപിക്കാൻ തുടങ്ങി. ഈ കേന്ദ്രത്തിൽ നിലനിന്നിരുന്ന
എല്ലാ ബാബയുടെ കുഞ്ഞുങ്ങളും ഒത്തുകൂടി സർക്കാരിന് മെമ്മോറാണ്ടങ്ങളും സന്ദേശങ്ങളും എഴുതാൻ തുടങ്ങി. സ്ഥിതിഗതികളെ വിവേകപൂർവം പരിശോധിക്കണമെന്ന് അവർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. കാര്യങ്ങൾ ഈ സ്ഥിതിയിലേക്ക് എത്തിയതോടെ പല പൗരന്മാരും സർക്കാരും ഈ പ്രതിപക്ഷ പാർട്ടികളോട് എതിർപ്പും ഇഷ്ടമില്ലായ്മയും തോന്നിത്തുടങ്ങി. നിരപരാധികളായ അമ്മമാർക്കും പെൺമക്കൾക്കും എതിരെ അവർ എങ്ങനെയാണ് ഇത്തരം അക്രമങ്ങൾ പ്രയോഗിക്കുന്നത് എന്ന് പലരും ചിന്തിക്കാൻ തുടങ്ങി. ബാബയുടെ മക്കൾ അപ്പോഴും നിശ്ചിന്തരായി നിലകൊണ്ടു, ഒരു വിളക്കിനെ പോലെ ശാന്തരായി. പിന്നീട് ഒരു വലിയ പത്രസമ്മേളനം ഈ വിഷയത്തിൽ ഡൽഹിയിൽ ഏർപ്പാട് ചെയ്തിരുന്നു. ഈ കോൺഫറൻസിൽ ഈ സേവാകേന്ദ്രത്തിലെ എല്ലാ വിദ്യാർത്ഥികളും തങ്ങൾ സഹിച്ചിരുന്ന എല്ലാ എതിർപ്പുകളും തുറന്നു പറഞ്ഞു. ഈ വാർത്തകൾ വളരെ നല്ല രീതിയിൽ തയ്യാറാക്കി ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നൽകി. ബ്രഹ്മകുമാരികളെ ആഴത്തിൽ തന്നെ അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഒടുവിൽ ഈ അന്വേഷണത്തിന് അവസാനം ഈ ദൈവീകമായ അറിവ് സ്വീകരിക്കുന്നതിലും പരമോന്നതമായ ഈ പെരുമാറ്റച്ചട്ടങ്ങൾ പിന്തുടരുന്നതിൽ ഒരു ദോഷവുമില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഒടുവിൽ സത്യം വെളിപ്പെട്ടു. നിരപരാധികളായ അമ്മമാരെയും പെൺമക്കളെയും ഇപ്പോൾ മോചിപ്പിച്ചു. ദൈവിക സേവന കേന്ദ്രത്തിനായി ഹാപൂരിൽ മുമ്പത്തേക്കാൾ വലിയ ഒരു വീട് സർക്കാർ വാഗ്ദാനം ചെയ്തു. നാടകത്തിൻ്റെ ഈ സീൻ കഴിയുമ്പോൾ റെഗുലർ വിദ്യാർത്ഥികളുടെ എണ്ണം മുൻപിലത്തേക്കാളും വർദ്ധിച്ചു. വിളക്കിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും ഈ യുദ്ധം കണ്ടിട്ട് ബാബ പറഞ്ഞു, നമ്മെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. അത്തരം ആത്മാക്കൾക്കും നാം ദൈവിക ക്ഷണം നൽകണം. അവർക്കും ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ശക്തികളിലും അവകാശമുണ്ട്. കാരണം ദൈവം എല്ലാവരുടെയും പിതാവാകുന്നു.